നമ്മുടെ പാഠ്യപദ്ധതിയുടെ കാര്യം അറിയാലോ. മഹാത്മാഗാന്ധിയുടെ വധം, മുഗൾ ചരിത്രം, ഇതൊന്നും കുട്ടികൾ പഠിക്കേണ്ടതില്ല എന്ന് തീരുമാനിക്കുകയാണ്. വർഗീയ വിഭാഗീയ ചിന്തകൾ, വലിയ തോതിൽ അന്ധവിശ്വാസങ്ങൾ പാഠ്യപദ്ധതിയിൽ വൻതോതിലാണ് കുത്തിക്കയറ്റുന്നത്. ഇതിനെ നേർക്കുനേരെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുമോ? എവിടെയെങ്കിലും അങ്ങനെ എതിർക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇപ്പോ ചുരുങ്ങിയ നാളുകളാണ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ടായത്. ഈ നാളുകൾക്കുള്ളിൽ തന്നെ കേരളത്തിൽ സംഘപരിവാറിന് മുന്നിൽ കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന നിലയാണ് UDF സർക്കാർ സ്വീകരിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കണ്ട കാര്യങ്ങൾ ഒന്നും വിശദമാക്കുന്നില്ല. വന്ദേ മാതരത്തിൻ്റെ കാര്യം, സർവകലാശാലകളിൽ RSSകാരെ കുത്തിത്തിണക്കുന്ന പ്രശ്നം, വഖഫ് ബോർഡിൻ്റെ പ്രശ്നം, ഇതിൻ്റെ മറ്റൊരു പതിപ്പാണല്ലോ. അതിൻ്റെയും ആവർത്തനത്തിലേക്ക് പോകുന്നില്ല. അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ നിയമിച്ചോളാം എന്ന നിലപാടല്ലേ UDF സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള അനേകം വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന നിലപാട് പൂർണ്ണമായും വ്യക്തമാക്കുന്നത് RSS വിധേയത്വമാണ്. ഇത്തരത്തിലുള്ള എല്ലാ നിലപാടുകളെയും ന്യായീകരിക്കാനാണ് മുസ്ലിം ലീഗ് തയ്യാറാവുന്നത്. മതനിരപേക്ഷതക്കും മതസ്വാതന്ത്ര്യത്തിനും ഭംഗം വരുത്തുന്ന പൊതുവായ നടപടികൾ, ഇത്തരം നിലപാടുകൾ, ഇതിനെതിരെ സമൂഹം, മതനിരപേക്ഷ ചിന്താഗതിക്കാരാകെ, അതോടൊപ്പം തന്നെ വിവിധ വിഭാഗങ്ങൾ ശബ്ദമുയർത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. സംഘപരിവാർ വിധേയത്വത്തിൽ നിന്ന് പിന്തിരിയാൻ UDFും UDF സർക്കാരും തയ്യാറല്ല എന്നതാണ് അവർ സ്വീകരിക്കുന്ന നടപടികൾ വ്യക്തമാക്കുന്നത്. ഇത് കൂടുതൽ ആശങ്കയുയർത്തുന്ന കാര്യമാണ്. കേരളത്തെ എങ്ങോട്ട് നയിക്കാനാണ് നീങ്ങുന്നത് എന്ന ചോദ്യമാണ് വലിയ തോതിൽ ഇവിടെ ഉയരുന്നത്.